ഇടുക്കി നിയമസഭാ അംഗവും നിലവിൽ ജലവകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ പി.ജെ. ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണിയുമായുള്ള അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനം അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്, ഒപ്പം മന്ത്രിസ്ഥാനം. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് എം ശരിക്കും ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി സീറ്റ് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്. 2001 മുതൽ തുടർച്ചയായി ഇപ്പോൾ 24 കൊല്ലമായി അദ്ദേഹം ജനപ്രതിനിധിയാണ് ഇടുക്കി. 25 കൊല്ലം തികയുന്ന വേളയിൽ കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം എന്നത് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയാൽ മാത്രമേ രാഷ്ട്രീയ ഭാവി സ്ഥിരപ്പെടുത്താൻ കഴിയുകയുള്ളൂ. കാരണം UDF ആണ് ശരി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. താൻ മനസ്സില്ലാ മനസ്സോടെയാണ് LDFിൻ്റെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിച്ചത്. ജോസ് കെ മാണി പറഞ്ഞതുകൊണ്ട് മാത്രം വ്യക്തിപരമായി താല്പര്യക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇടുക്കിയിൽ തുടരെയായി കോൺഗ്രസ് ലോക്സഭാ സീറ്റ് വിജയിക്കുമ്പോൾ താൻ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഏറെക്കാലമായി വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസം ജോസ് കെ മാണിയുമായി രൂപപ്പെട്ടിരുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ ഞാൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചില്ല എന്നത് മാത്രമാണ് ഇതിനകത്ത് എൻ്റെ ദൗർബല്യമായി കണക്കാക്കേണ്ടത് എന്ന രീതിയിലാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിയുമായി നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. മാണി സാർ ജീവിച്ചിരുന്ന സമയത്ത് അത്തരത്തിൽ ഇല്ല എങ്കിൽ പോലും ജോസ് കെ മാണി ഏകാധിപതിയെ പോലെ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി തനിക്ക് വിലയില്ല എന്ന രീതിയിലേക്കൊക്കെ പോകാൻ തുടങ്ങി. MLA മാരോടും ജോസ് കെ മാണി സംസാരിക്കുന്നത് ഒരു കാരണവരുടെ സ്ഥാനത്തിരിക്കുന്ന പോലെയാണ്. ജോസ് കെ മാണിക്ക് വലിയ പ്രായമൊന്നും ഉണ്ട് എന്ന് കരുതണ്ട. KM മാണിയെ അനുസരിച്ചത് അദ്ദേഹത്തിനോടുള്ള വാത്സല്യം കൊണ്ടാണ്. എന്നാൽ ജോസ് കെ മാണിയെ തൻ്റെ സമകാലികനായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അത്ര ഹൈപ്പൊന്നും ബിൽഡപ്പ് ചെയ്യണ്ട. കേരള നിയമസഭയിൽ പാലായിൽ മത്സരിച്ച് തോറ്റ ജോസ് കെ മാണിയോട് തനിക്ക് പുച്ഛമാണ് എന്ന രീതിയിൽ തന്നെയാണ് റോഷി അഗസ്റ്റിൻ ഇപ്പോൾ പെരുമാറുന്നത്. ഇത് ജോസ് കെ മാണിയെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. നിയമസഭയിലേക്ക് ഇനി പ്രവേശനം അനുവദിക്കില്ല, അദ്ദേഹത്തിനെ കൃത്യമായും ജനങ്ങൾ തൂത്തെറിഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ജോസ് കെ മാണിയുടെ കിളി പോയത്. ഇനി നിയമസഭയിലെ കുളിര് കൊള്ളണമെങ്കിൽ തിരുവമ്പാടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉത്തര കേരള സീറ്റിലോ മത്സരിക്കേണ്ട സാഹചര്യമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് പാർട്ടിയും മുന്നണിയും എത്തിയിരിക്കുന്നത്. എന്നാൽ LDFിൽ നിന്നുകൊണ്ട് ജോസ് കെ മാണി ഇനി ഒരു സീറ്റും നേടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് റോഷി തുറന്നടിച്ചിരിക്കുന്നത്. റോഷിയുടെ വാക്കുകൾ ജോസ് കെ മാണിയുടെ നെഞ്ചത്ത് തറച്ച കൂരമ്പുകൾ പോലെ തന്നെയെന്ന് ജോസഫ് വിഭാഗം നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ജോബ് മൈക്കിൾ അടക്കമുള്ളവർ റോഷി അഗസ്റ്റിനെ തന്നെയായിരിക്കും പിന്തുണയ്ക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോസ് കെ മാണിയുടെ ഭാവി തുലാസിലായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് ചേരും എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉൾപ്പെടെയുള്ളവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാനുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുകയാണ്. നിലവിൽ ജോസ് കെ മാണി അംഗീകരിക്കാൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം.